ഹലോ എല്ലാ കൂട്ടുകാർക്കും ഫിലിമിടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കുറേ കൂട്ടർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വാട്സപ്പിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിൻ്റെ കമൻറ്റിലായാലും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേട്ടാ കെമിസ്ട്രിയുടെ വാല്യൂഷൻ എങ്ങനെയാണ്, ലിബറലാണോ സ്ട്രിക്റ്റ് ആണോ, അതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്ന് തരാമോ, വാല്യൂഷൻ ക്യാമ്പ് അപ്ഡേറ്റ്സ് ഒന്ന് തരാമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വാല്യൂഷൻ ക്യാമ്പിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഈ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമമായേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പേടി കൂടിയേക്കാം. എന്ത് തന്നെയാണെങ്കിലും എന്തായാലും പറഞ്ഞേ പറ്റൂ. അതുകൊണ്ടിട്ട് ഞാൻ പറയാൻ പോവുകയാണ്. +1 +2ൻ്റെ കെമിസ്ട്രി വാല്യൂഷൻ ടഫായിരുന്നു. ഞാൻ ഇന്നേ വരെ ടഫ് എന്നുള്ള വാക്ക് എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം അങ്ങനെ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം കെമിസ്ട്രി വാല്യൂഷൻ ടഫാണ് എന്നുള്ള കാര്യമാണ് എല്ലായിടത്തു നിന്നും നോക്കുമ്പോൾ ഓവറാൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. അപ്പോൾ എനിക്കിത് നിങ്ങളടുത്ത് പറയുമ്പോൾ പോലും എനിക്ക് വിഷമമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പേടിച്ചിരിക്കുന്നുണ്ട്. അതെനിക്ക് അറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എൻ്റെ അടുത്ത് ഒരുപാട് കൂട്ടുകാരൊന്നും ചോദിച്ചിട്ടുള്ളതാണ് വാല്യൂഷനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ, പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിത് അന്വേഷിച്ചിട്ട് ഞാനിത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അത്യാവശ്യം എഴുതിയിട്ടുള്ള എല്ലാവർക്കും മാർക്ക് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം പറ്റിയ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കെമിസ്ട്രി ഡബിൾ വാല്യൂഷൻ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അതിൽ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളത്. പിന്നെ ആൻസർ കീയിലുള്ളതുപോലെ വാലിഡ് ചെയ്യാൻ പാടുള്ളൂ ഈ ഡബിൾ വാല്യൂഷനുള്ള വിഷയങ്ങൾക്ക് എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതുകൊണ്ടിട്ട് മാത്രമാണ് ടഫായി മാറിയത്. നിങ്ങൾ എത്രയാണ് എഴുതിയിട്ടുള്ളത് അത് ശരിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മാർക്ക് ഇട്ട് തരുന്നതായിരിക്കും. അല്ലാതെ അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് കെമിസ്ട്രിയിൽ മാർക്ക് കിട്ടാൻ ഒരു സാധ്യതയില്ല ഈ വന്ന ഇൻഫർമേഷൻസ് എല്ലാം വെച്ചിട്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. നല്ലൊരു വീഡിയോ അടുത്ത് കാണാം. അതുവരെയും ബൈ.